ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ആദ്യം ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് വെറും കനം കുറച്ച് അരിയരുത്, ലേശം കനത്തിൽ വേണം ബിരിയാണിക്ക് ഉള്ളി അരിയാൻ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ മിക്സിയിൽ നല്ലപോലെ ചതച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അടുപ്പത്തേക്ക് ഒരു ഇരുമ്പേട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. സവാള അരിഞ്ഞിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ അതിലേക്ക് ഇട്ട് അതിന്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം പുതിനയില, മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടി, ബിരിയാണിയുടെ ഹൈലൈറ്റ് ആയിരിക്കുന്ന ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കണം. അതും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കിടന്ന് നല്ലപോലെ മസാല പിടിച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചിക്കന്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ വെന്തോളും. അതിനുശേഷം നമുക്കിനി ചോറ് തയ്യാറാക്കാം. ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കൈമ അരിയാണ് ബിരിയാണി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ഞാൻ ആദ്യമായിട്ട് അടുപ്പത്തേക്ക് ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പു ഇവ ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, നിങ്ങൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അപ്പുറത്ത് കറിയിൽ ഒരു ലേശം നാരങ്ങാനീരും കൂടെ ഒഴിച്ച് നമുക്ക് വാങ്ങി വെക്കാം. നമുക്കിനി അടുത്ത ദമ്മിടാനായിട്ട് തയ്യാറാവാം. അതിന് ഉരുളിയിലേക്ക് കറി ആദ്യം താഴത്തെ ലെയറായിട്ട് നിരത്തി കൊടുക്കുക. അതിന് മേളിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നിരത്തുക. ഇതിലേക്ക് സവാള അരിഞ്ഞ് വറുത്ത് വെച്ചതും വണ്ടിപ്പരിപ്പും ഇച്ചിരി പുതിനയില, മല്ലിയില, പിന്നെ ഒരു ലേശം ബിരിയാണി മസാല ഇട്ട് ഒന്ന് നിരത്തിയതിന് ശേഷം അതിന്റെ മേളിൽ വീണ്ടും ലെയറായി ചോറിട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ് ഇവ ഇട്ട് കൊടുത്തതിന് ശേഷം പുതിനയില, മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ലേശം ഇട്ട് കൊടുക്കുക. ബിരിയാണി മസാല ഇടണം. അതിനുശേഷം ഞാൻ അതിനകത്ത് ബിരിയാണി എസൻസ് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ അടച്ചു വെച്ച് വെയിറ്റ് മേളിൽ വെച്ച് നല്ലതുപോലെ ആവി കയറ്റി എടുക്കുക. ഒരു 10-20 മിനിറ്റത്തേക്ക് ആവി കയറ്റി എടുക്കണം. ഈ വെയിറ്റ് വെച്ചില്ലെങ്കിലും നമുക്ക് മൈദ മാവ് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് ഈ അടപ്പിന് ചുറ്റും ഒട്ടിച്ച് വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.